യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ക്ഷേമ ഇസ്രായേലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവസ്നേഹം അനന്തമാണ്. അതിരുകളില്ലാത്ത സ്നേഹമാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അളവറ്റതാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന തിരുവെഴുത്തിലൂടെ ഇത് വ്യക്തമാണ്. ഇന്ന് ക്ഷേമ ഇസ്രായേലിലൂടെ നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവനിൽ നിന്നുമുള്ള ഫാദർ കുര്യൻ കാരിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം ശ്രവിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവേ സ്തുതി. ഞാൻ എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. ഇവൻ്റെ ഈ കൈ ടിപ്പറിൻ്റെ ഇടയ്ക്ക് പോയി രണ്ട് വിരൽ മടങ്ങിയിരിക്കുക, ഒടിഞ്ഞു. ഞങ്ങൾ ഈ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ധ്യാനത്തിൽ ഇവിടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ വ്യാഴാഴ്ച അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് കാര്യച്ചൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഈ വളഞ്ഞ അസ്ഥികൾ നിവരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ വിരൽ രണ്ടും നിവർന്നു. ഈ വിരൽ രണ്ടും മരപ്പായിരുന്നു, തൊട്ടാൽ അറിയത്തൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ നൂർക്കാനും മടക്കാനും പറ്റുന്നുണ്ട്. യേശുവിന് നന്ദി. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ക്ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം നിസ്വാർത്ഥവും അവികലവുമായ സ്നേഹത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്നതിനെക്കുറിച്ചാണ്. ഇങ്ങനെയൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ കാരണം, കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു സഹോദരൻ, അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, അച്ഛാ, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ വ്യക്തി താല്പര്യമില്ലാതെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഇടവന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ ആരാഞ്ഞു. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഒരമ്മച്ചിയുടെ കാര്യം. അമ്മച്ചിക്ക് 6 or 7 മക്കളുള്ളതാണ്. ഈ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞത്, ഈ 7 മക്കളിൽ ആരെങ്കിലുമൊക്കെ അമ്മച്ചിക്ക് കാര്യമായിട്ട് പരിഗണന, സംഭാവന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളോട് ഒരു പ്രത്യേക താല്പര്യം. അതില്ലാത്തവരോട് അത്രയും സ്നേഹമോ അത്രയും താല്പര്യമോ ഇല്ലാത്ത ഒരവസ്ഥ. ഒരു പെറ്റമ്മയുടെ കാര്യം ആ മനുഷ്യൻ പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിലേക്ക് ആ സമയം വന്നത് മറ്റൊരു കുടുംബത്തിൻ്റെ കാര്യമാണ്. അവരുടെ അമ്മച്ചിയെക്കുറിച്ച് സൂചിപ്പിച്ച ഒരു കാര്യം, അമ്മച്ചിയുടെ കയ്യിലേക്ക് ആരെങ്കിലുമൊക്കെ കൊടുത്ത ഇച്ചിരി പണമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു മകളുണ്ട്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെക്കാൾ നിലവാരം കുറഞ്ഞ മകള്. നമ്മുടെ മാർപ്പാപ്പ പോലും സൂചിപ്പിച്ച ഒരു കാര്യം നമുക്കറിയാം. പാർശ്വവൽക്കരിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളോട് ഒരു പ്രത്യേക മമത ക്രിസ്ത്യാനികൾക്കുണ്ടാകണമെന്ന്. ആ സന്ദേശം പക്ഷേ മാർപ്പാപ്പ പറഞ്ഞത് കേൾക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത ഒരമ്മച്ചി, മക്കളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട
വ്യക്തിയെ കൂടുതൽ കരുതണം, അവരോട് കൂടുതൽ സ്നേഹം കാണിക്കണം എന്ന ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്ന വ്യക്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് വന്ന് പെറ്റമ്മമാരെ പോലും ഒരുപക്ഷെ ഈ സ്വാർത്ഥ താല്പര്യത്തോടു കൂടി പെരുമാറുന്നു എന്ന ആ അവസ്ഥ കൊണ്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റി നിർത്തുന്ന മക്കളെപ്പോലും കാണാൻ സാധിക്കും, മറ്റു വ്യക്തികളെപ്പോലും കാണുവാൻ സാധിക്കും. ഞാൻ ആ സഹോദരനോട് സംസാരിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, അദ്ദേഹം അന്വേഷിച്ച് നടക്കുന്ന ഒരു കാര്യമുണ്ട്. നിസ്വാർത്ഥമായ സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തി, അവികലമായ സ്നേഹം കാട്ടുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. നിശ്ചയമായിട്ടും എൻ്റെ മനസ്സിൽ വന്ന് ഏതാനും ചില വചനങ്ങൾ കോർത്തിണക്കി ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മനസ്സിൽ കൂടെ പോയ ചില ചിന്തകളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് തരാൻ പറ്റാത്ത ഒരു സ്നേഹം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം, അവികലമായ നിസ്വാർത്ഥമായ ദൈവത്തിൻ്റെ സ്നേഹം, അത് തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ, ഒരു 5-6 കാര്യങ്ങളെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ സ്നേഹം നിബന്ധനകളില്ലാത്ത സ്നേഹമാണ്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയാൻ പറ്റും. ദൈവത്തിൻ്റെ സ്നേഹം നിബന്ധനകളില്ലാത്ത സ്നേഹം. 1-2 വചനഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സന്ദേശം വ്യക്തമാണ്. നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടമാകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം സ്നേഹിച്ചപ്പോൾ യാതൊരു നിബന്ധനകളും ഇത് ഇന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞല്ല ദൈവം നമ്മളോട് സ്നേഹം കാണിച്ചത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞാൽ എല്ലാവരും രക്ഷ പ്രാപിക്കേണ്ടതിനാണ് തൻ്റെ ഏകജാതനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ സ്നേഹത്തിൽ നിന്നും രക്ഷയിൽ നിന്നും ദൈവം ആരെയും മാറ്റി നിർത്തുന്നില്ല. ഈ വചനഭാഗം തന്നെ തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ, അവനിൽ വിശ്വസിക്കാത്തവരാണ് അതിനാൽ തന്നെ ശിക്ഷിക്കപ്പെടുന്നത്. കർത്താവല്ല നമ്മളെ ശിക്ഷിക്കുന്നത്. നമ്മുടെ രക്ഷയ്ക്കായി കർത്താവ് ഏർപ്പെടുത്തിയ കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിക്കാതെ അതിൽ നിന്നും മാറി നിൽക്കുന്ന, വിട്ടുനിൽക്കുന്ന വ്യക്തികളാണ് അതുമൂലം ശിക്ഷിക്കപ്പെടുന്നത് എന്ന് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. 1 തീമോത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതിന് എല്ലാവരും സത്യമറിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സത്യം എല്ലാവരെയും അറിയിച്ച് എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ഹിതം. കർത്താവായ യേശു ഇക്കാര്യം വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന്. അതുപോലെ തന്നെ വിശുദ്ധരിലൂടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം. ആ ഇഷ്ടം നിറവേറാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ ഓരോ മകനും മകളുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ മറ്റൊന്ന് 2 വചനങ്ങൾ കൂടി നമ്മൾ കാണുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയിലേക്ക് കർത്താവ് വാഗ്ദാനം ചെയ്ത അഭിഷേകത്തിലേക്കൊക്കെ കടന്നു വരാൻ യാതൊരു നിബന്ധനകളുമില്ല. അല്ലെങ്കിൽ കർത്താവ് അതിന് അതിർത്തി വരമ്പുകളൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെശയ്യാ 55-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരിക, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. ദാഹമുള്ള ഏത് വ്യക്തിക്കും
കർത്താവിലേക്ക് വരാൻ പറ്റും, കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാൻ സാധിക്കും, ആ വചനം വാങ്ങി ഭക്ഷിക്കുവാൻ സാധിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള തിരുവചന ഭാഗം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിശ്വസിക്കുന്നവർക്കും ദാഹമുള്ളവർക്കും പരിശുദ്ധാത്മാഭിഷേകം ഏറ്റെടുക്കാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 44 മുതലുള്ള വചനഭാഗം കൂടെ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, പത്രോസ് വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ വിജാതീയർ പോലും ആ വചനം ധ്യാനിച്ച, വചനം ശ്രവിച്ച, വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് വചനത്തിന് പ്രത്യുത്തരം നൽകിയ വിജാതീയർ പോലും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. അപ്പം അതുകൊണ്ട് ഇവിടെ നിബന്ധനകളൊന്നുമില്ല. വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും, അതുപോലെ ദാഹത്തോടെ കർത്താവിനെ സമീപിക്കുന്ന ഏത് വ്യക്തിക്കും വചനം ഭക്ഷിച്ച് വയറു നിറയ്ക്കാൻ പറ്റും. അതിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും, പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കാൻ സാധിക്കും എന്ന് ആ സന്ദേശം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ സ്നേഹം നിർബന്ധം ചെലുത്തുന്ന സ്നേഹമല്ല. യാതൊരു നിർബന്ധവും ചെലുത്താതെ കർത്താവ് നമ്മളെ ആ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്നത് കാണാൻ സാധിക്കും. അതിന് 1-2 വചനഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നല്ലതാണ്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇതാ നിൻ്റെ മുമ്പിൽ രക്ഷയും ശിക്ഷയും ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നിൻ്റെ മുമ്പിൽ ശിക്ഷയും രക്ഷയുമുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരഞ്ഞെടുപ്പിൽ ഒരു തെറ്റ് കാണിച്ചാൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ കർത്താവ് പറയാണ്, ഞാൻ ആരെയും ഇതിലേതെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ നിർബന്ധിക്കുന്നില്ല, നിൻ്റെ മുമ്പിൽ രക്ഷയും ശിക്ഷയും ഞാൻ വെച്ചിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ മുമ്പിൽ നന്മയും തിന്മയുമുണ്ട്, നിനക്ക് അതിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാൻ സാധിക്കും എന്ന്. വീണ്ടും റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ജഡികരായി ജീവിക്കാം, പക്ഷെ അതിൻ്റെ റിസൾട്ട് മരണമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ആത്മീയ മനുഷ്യരായി ജീവിക്കാം, അത് നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കും. ഈ 2 കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കർത്താവ് ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് ആരോടും നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടില്ല. നിൻ്റെ മുമ്പിൽ രക്ഷയും ശിക്ഷയുമുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് നിലയ്ക്കാത്ത സ്നേഹമാണ്. നിലയ്ക്കാത്ത സ്നേഹം. ഇതേക്കുറിച്ച് അറിയണമെങ്കിൽ യെശയ്യായുടെ പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം വായിച്ചാൽ കാണാൻ സാധിക്കും. യെശയ്യ 46:3 നമുക്ക് കാണാൻ സാധിക്കും, ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇസ്രായേൽ ജനത്തെ സ്വന്തം മകനെപ്പോലെ കണ്ട് മകനെ എന്ന് വിളിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. കർത്താവ് പറയാണ്, ഇസ്രായേലെ, നീ നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാക്കപ്പെട്ട ആ സമയം തുടങ്ങി നിന്നെ ഞാൻ സ്നേഹിച്ചതുപോലെ മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നീ ഒരു കൊച്ചു കുട്ടിയായി ജനിച്ച് ഒരു കുട്ടിയായി തന്നെ വളർന്നു വന്ന ആ കാലയളവിൽ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്ക് ശേഷം ഒരു കാര്യം നമ്മളൊക്കെ വളരെ വളരെ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം കർത്താവ് പറയാണ്, നിനക്ക് നരബാധിച്ചാലും ഈ സ്നേഹം ഞാൻ തുടരും. ഗർഭത്തിൽ ഉരുവാക്കപ്പെട്ടപ്പോൾ കർത്താവ് ആരംഭിച്ച ആ സ്നേഹം നമ്മുടെ മരണം വരെ കർത്താവ് തുടരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ സ്നേഹം
നിലയ്ക്കാത്ത സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയാൽ സ്നേഹത്തിന് വേണ്ടി മറ്റാരിലേക്ക് തിരിയുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിലേക്ക് തിരിയാനുള്ള ആ ഒരു ചിന്ത നമുക്ക് വരും. അങ്ങനെ കർത്താവിലേക്ക് തിരിയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും വരില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നാലാമതായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹമാണ്. നിഷ്കളങ്കമായ സ്നേഹം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം വായിച്ചാലും ദൈവം നൽകുന്നൊരു നിർദ്ദേശമുണ്ട്: നിൻ്റെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. ഹെബ്രായ ലേഖനവും അതുപോലെ തന്നെ മറ്റു പല വചനഭാഗങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: കർത്താവിൻ്റെ രക്തം നിഷ്കളങ്ക രക്തം. അതുപോലെ തന്നെ കർത്താവിൻ്റെ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹം. ദൈവം തൻ്റെ മക്കളിൽ നിന്നും വളരെ വളരെ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, തൻ്റെ മക്കളിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. സ്നേഹിച്ചാൽ പോരാ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോഴും നമ്മുടെ സഹോദരങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹിക്കുമ്പോഴും ആ സ്നേഹം നിഷ്കളങ്കമായിരിക്കണം എന്ന് ദൈവം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു: നിബന്ധനകളില്ലാത്ത സ്നേഹം, നിർബന്ധം ചെലുത്താത്ത സ്നേഹം, നിലയ്ക്കാത്ത സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രത്യേകതകളാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ കാണാം. 5-ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്: കർത്താവിൻ്റെ സ്നേഹം പരിമിതിയില്ലാത്ത സ്നേഹമാണ്. ഇംഗ്ലീഷിൽ പറയും ലിമിറ്റ്ലെസ് ലവ്. പരിമിതിയില്ലാത്ത സ്നേഹം. പ്രിയപ്പെട്ടവർ, നമുക്ക് കാണാൻ സാധിക്കും കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും, കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ലിമിറ്റില്ലാത്തതാണ് ഇവ 3 എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. സങ്കീർത്തനം 103 കടന്നു പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്: ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് പോലെയാണ് കർത്താവിൻ്റെ കാരുണ്യം. ആ കാരുണ്യം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹമാണ്, അസ്തമിക്കാത്ത സ്നേഹമാണ്. യെശയ്യാ 54-ാം അധ്യായം 10-ാമത്തെ വചനത്തിൻ്റെ സന്ദേശം അതാണ്: മലകളകന്നു പോകാം, പക്ഷേ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അകന്നു പോവുകയില്ല. വീണ്ടും നിങ്ങൾ യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശക്തി അപാര ശക്തിയാണ്, അതിന് പരിമിതികളില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യരുടെ സ്നേഹത്തിന് പലപ്പോഴും ലിമിറ്റുണ്ട്, പരിമിതികളുണ്ട്. വ്യവസ്ഥകൾ വെച്ചുള്ള സ്നേഹമായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അതിൽ നിന്നും വ്യത്യസ്തമായ സ്നേഹമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ച ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിന് അളവില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് എ ലിമിറ്റ്ലെസ് ലവ്. അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പരിഭവമില്ലാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമുക്ക് കാണാൻ സാധിക്കും യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും വ്യവസ്ഥകളില്ലാതെ തൻ്റെ ശിഷ്യന്മാരെ അവൻ സ്നേഹിച്ചു. ശിഷ്യന്മാർ അവിശ്വസ്തത കാണിച്ചെങ്കിലും പരിഭവമില്ലാതെ അവനവൻ്റെ സ്നേഹം തുടരുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് തന്നെ ഒറ്റിക്കൊടുത്തവൻ്റെയും തന്നെ തള്ളിപ്പറഞ്ഞവൻ്റെയും ഒക്കെ പറയാനിരിക്കുന്നവൻ്റെയും ഒക്കെ പാദങ്ങൾ കഴുകി അവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിക്കാൻ യേശു സന്നദ്ധനായത്. പ്രിയപ്പെട്ടവരെ, ഈ 6 കാര്യങ്ങൾ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഈ 6 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും കർത്താവിൻ്റെ സ്നേഹം നിസ്വാർത്ഥമാണ്, അവികലമാണ്. അതുപോലൊരു സ്നേഹത്തിൻ്റെ ഉടമയാകുവാൻ
ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കൊണ്ടുവന്ന് ദൈവത്തോട് നമുക്ക് ഒരു അഭിഷേകത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവ് വാഗ്ദാനം ചെയ്ത സ്നേഹം, ആനന്ദം, അഭിഷേകം, സൗഖ്യം ഇതെല്ലാം നമ്മൾ ഏറ്റെടുക്കേണ്ട സമയമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ച ഒരു കാര്യം, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഇക്കാര്യം ഈ ആരാധനയുടെ സമയത്ത് നാം ഓർത്ത് പ്രാർത്ഥനയിൽ മുഴുകുന്നത് നല്ലതാണ്. അദ്ദേഹം പറഞ്ഞത്, നാം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ജോലി തിരക്കുള്ള സമയം ഒഴികെ എല്ലാ ദിവസവും ഒരമണിക്കൂർ സമയമെങ്കിലും ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെ, ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് നമ്മുടെ ഹൃദയവികാരങ്ങൾ പങ്കിടണം. വലിയ ജോലി തിരക്കുള്ള സമയമൊഴികെ ബാക്കി എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം. ജോലി തിരക്കുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 മണിക്കൂറെങ്കിലും ചിലവഴിക്കണമെന്ന്. അതാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അതെല്ലാം ഭംഗിയായി നടക്കുവാൻ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ അഭിഷേകം ഏറ്റെടുക്കേണ്ട ഒരാവശ്യമുണ്ട്. നമുക്കറിയാം, സങ്കീർത്തനം 77 10-ാമത്തെ വചനം പറയുന്നൊരു കാര്യം, അത്യുന്നതൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകാത്തതാണ് നമ്മുടെ ദുഃഖകാരണം. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ ഓരോരുത്തരിലും പ്രകടമാകണം. ഇന്ന് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ച, ദൈവത്തോട് നിലവിളിക്കാൻ മനസ്സ് വെച്ച വ്യക്തികളൊക്കെ ഈ ശക്തി അനുഭവിച്ച് അവരുടെ ജീവിതം നേരെയായി. അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം. ഇക്കാര്യം നാം ഓരോരുത്തരും വ്യക്തിപരമായി തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ നാം കടപ്പെട്ടവരാണ്. നമുക്കാണെങ്കിൽ സാധിക്കും, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അടുത്തിരുന്ന് എന്നിൽ നിന്നും പഠിക്കുക. എന്നെ ശ്രവിക്കുക, എന്നോട് സംസാരിക്കുക, അതോടൊപ്പം എന്നിൽ നിന്നും പഠിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. ഈശോയെ, അവിടത്തേക്ക് എന്നോട് പറയാൻ എന്താണുള്ളത്, അത് ശ്രവിക്കാൻ ഞാൻ തയ്യാറാണ്. കർത്താവേ, എൻ്റെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം കേട്ട് എനിക്ക് ആശ്വാസമായി, സൗഖ്യമായി, അഭിഷേകമായി അവിടുന്ന് എന്നിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായവൻ അങ്ങാണ്. കർത്താവെ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് അവിടുത്തെ ശക്തി അയക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വചനത്തിൽ നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ സ്നേഹം നിസ്വാർത്ഥമാണ്, അവികലമാണ്. ഇങ്ങനെ ഒരു സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. ഒരുപക്ഷെ മനുഷ്യരെ സമീപിച്ചിട്ട്
ഇതുപോലൊരു സ്നേഹം കിട്ടാത്തതിൽ നമ്മൾ വേദനിക്കുന്നവരും നിരാശപ്പെട്ടവരുമായിരിക്കാം. നമുക്ക് ഈശോയിലേക്ക് തിരിയാം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ വചനത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ ആ പരിശുദ്ധമായ സ്നേഹം, അവികലമായ സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം, ആ സ്നേഹം കർത്താവിൻ്റെ പക്കലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതാവസ്ഥകളെയെല്ലാം ഈശോയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ സുഭാഷിതങ്ങൾ 30-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വചനഭാഗം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഭൂമിയെ വിറകൊള്ളിക്കുന്ന 3 കാര്യങ്ങൾ. അതിലൊന്നാണ് സ്നേഹിക്കപ്പെടാത്ത ഭാര്യ. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവർ, സ്നേഹിക്കപ്പെടാത്തത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും പ്രായം ചെന്നവരാണെങ്കിലും ആരാണെന്ന് പറഞ്ഞാലും സ്നേഹിക്കപ്പെടാത്തവർ അപകടകാരികളായിരിക്കും. സ്നേഹിക്കപ്പെടാത്തവർ മുറിവേറ്റവരാണ്. സ്നേഹിക്കപ്പെടാത്തവർ തിരസ്കരണം അനുഭവിക്കുന്നവരാണ്. ഇനി മനുഷ്യർക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആ നിസ്വാർത്ഥമായ സ്നേഹം തരാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം. അവിടെയും നമ്മൾ പരാജയപ്പെടരുത്. നമുക്ക് ഈശോയിലേക്കൊന്ന് തിരിയാം. ഒരുപക്ഷെ ഇന്ന് വരെ ശരിയായൊരു സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം, അവികലമായ സ്നേഹം അനുഭവിക്കാത്തവരായിരിക്കാം നമ്മൾ. ഈശോയുടെ പക്കലേക്ക് നമ്മുടെ കരം നീട്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ച് നമുക്ക് ഈ സ്നേഹത്തിൻ്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ധ്യാനിച്ചവർ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, കർത്താവെ സ്നേഹിക്കാൻ പറ്റാത്തവർ, സ്നേഹം അനുഭവിച്ചിട്ടില്ലാത്തവർ, സ്നേഹം കിട്ടാതെ മുറിവേറ്റവർ, ഈശോയെ ഈ മക്കൾക്കെല്ലാം വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം നീട്ടി ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. വ്യവസ്ഥകളില്ലാതെ കർത്താവെ, അളവുകളില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്നവൻ അങ്ങാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി അങ്ങയുടെ സന്നിധിയിൽ ജീവിതം സമർപ്പിച്ച് ആ സൗഖ്യവും സമാധാനവും അഭിഷേകവും ഏറ്റെടുക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹത്തിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും പ്രദാനം ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കിപ്പോൾ പ്രാർത്ഥനാപൂർവ്വം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,